യുവമോർച്ച പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹി പട്ടികയിൽ വ്യാപക പ്രതിഷേധം. പ്രഫുൽ കൃഷ്ണയുടെ ടീമിലെ ജില്ലാ പ്രസിഡന്റുമാരെ പൂർണ്ണമായും വെട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സജിത് മാറായമുട്ടത്തെ ഒഴിവാക്കിയതിൽ പരസ്യ പ്രതികരണവുമായി നേതാക്കൾ രംഗത്ത് വന്നു. 35 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കിയെന്ന ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിശദീകരണത്തിൽ രാജീവ് ചന്ദ്രശേഖരനും എസ് സുരേഷിനും വിമർശനമുണ്ട്. അതേസമയം പ്രതിഷേധം അറിയിക്കാനെത്തിയ യുവമോർച്ച മുൻ നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. വി.എസ്. രഞ്ജിത്തും ആർ. റോഷിപാലുമുണ്ട്. ആദ്യം രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ യുവമോർച്ചയിൽ നടക്കുന്നത്? ബി.ജെ.പിയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത അത് യുവമോർച്ചയിലേക്കും പടർന്നിരിക്കുകയാണോ? സ്മൃതി, ഭിന്നതയും അതുപോലെ തന്നെ എതിർപ്പും യുവമോർച്ച ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെ രൂക്ഷമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനു പ്രസാദ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാവുകയും ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രസിഡന്റായിരുന്ന പ്രഫുൽ കൃഷ്ണയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റുമാരെ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. അതിൽ എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും എതിർപ്പുകളുണ്ട് എങ്കിൽ കൂടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സജിത്ത് മാറായമുട്ടത്തെ ഒഴിവാക്കിയതിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക നേതാക്കന്മാർ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് തന്നെ യുവമോർച്ചയുടെ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റും OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും ഒക്കെ പരസ്യ പ്രതിഷേധം നടത്തുകയും അവരൊക്കെ സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ തിരിയുകയും സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് 35 വയസ്സാണ് യുവമോർച്ചയുടെ പ്രായപരിധി. ഇത്തവണ അത് കർശനമായി നടപ്പാക്കുകയാണ്. 35 വയസ്സ് പൂർത്തിയായ ആരെയും യുവമോർച്ച ഭാരവാഹിത്വത്തിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായിരുന്ന 2 പേരെ, ദിനിൽ ദിനേശിനെയും അധീന ഭാരതിയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർക്ക് 35 വയസ്സ് പൂർത്തിയാവാത്തതുകൊണ്ടാണ്. 35 വയസ്സ് പൂർത്തിയായവരെ എന്ത് മാനദണ്ഡപ്രകാരമാണെങ്കിലും എടുക്കാൻ സാധിക്കില്ല എന്ന കർശന നിലപാട് സ്വീകരിച്ചോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ആളുകൾ പുറത്താക്കപ്പെട്ടത്. അതിലിപ്പോൾ കെ സുരേന്ദ്ര പക്ഷവും അതുപോലെ MT രമേശ് പക്ഷവും ഒക്കെ പറയുന്ന ഒരു ന്യായം, ഇതിൽ ചില നേതാക്കന്മാർക്കെങ്കിലും വളരെ കരുത്തരായി പ്രവർത്തിച്ച് ജില്ലയെ നയിച്ച ആളുകൾക്ക് 35 വയസ്സ് പൂർത്തിയായി എന്നുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം വെച്ചുകൊണ്ട് അനുമതി അല്ലെങ്കിൽ അവർക്ക് ഭാരവാഹിത്വം നിഷേധിക്കാൻ പാടില്ലായിരുന്നു, അവർക്ക് ചില ഇളവുകൾ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഏതാണോ പ്രായം അത് പരിഗണിച്ചുകൊണ്ട് അവരെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനമാണ് 35 വയസ്സ് പൂർത്തിയായ ആരെയും യുവമോർച്ചയിൽ എടുക്കുന്നില്ല. പുതിയൊരു നേതൃത്വത്തെ, പുതിയ യുവാക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യുവമോർച്ചയുടെ ലക്ഷ്യം. അത് നടപ്പിലാക്കാൻ പ്രായപരിധി പൂർണ്ണമായും കർശനമായും നടപ്പാക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. റോഷിപാലേക്ക് കൂടി. റോഷിപാൽ, ഇപ്പോൾ യുവമോർച്ച നേതാക്കൾ പരാതി പറയാൻ രാജീവ് ചന്ദ്രശേഖരന്റെ സമയം തേടുമുള്ള കൂടിക്കാഴ്ച അനുവദിച്ചില്ല എന്നാണോ? സ്മൃതി, ഇന്ന് രാവിലെയാണ് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ BL അജേഷ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തി. രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്ട് രാജീവ് ചന്ദ്രശേഖർ ഓഫീസിനുള്ളിൽ ഇതൊരു വാക്ക് തർക്കത്തിന് ഇടയാക്കിയിരുന്നു. 1 മണിക്കൂറിലേറെ കാത്തിരുന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. ബിജെപിയുടെ യുവമോർച്ചയുടെ മുൻ ജില്ലാ അധ്യക്ഷനായ സജിത്തിന് വേണ്ടി സംസാരിക്കാനാണ് എത്തിയത്. യുവമോർച്ച ജില്ലാ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സജിത്തിനെ പരിഗണിച്ചില്ല എന്ന രീതിയിൽ വ്യാപകമായി വിമർശനമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം തിരുവനന്തപുരത്തെ നേതാക്കളൊക്കെ ആരോപണങ്ങളും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കടുത്ത അമർഷമുണ്ട്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലും പ്രായം പരിധി പോലും കടന്നിട്ടില്ല സജിത്തിന്. ഒരു ഘട്ടത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് പോലും സജിത്തിനെ പരിഗണിച്ചതാണ്. എന്നിട്ട് എന്തുകൊണ്ട് കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് സജിത്തിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. അങ്ങനെയാണ് അജേഷ് സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിക്കാൻ എത്തിച്ചേർന്നത്. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അനുമതി നൽകിയില്ല കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ആ മുറുമുറുപ്പും അമർഷവും അത് തുടരും. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് ഒരുപക്ഷെ ബിജെപിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ശരി, റോഷിപാലും എസ് രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.